അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 കറികളുടെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ്റെതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയും, ചെറുതാണെങ്കിൽ ചെറിയ 2 തക്കാളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ച് ചെമ്മീന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വേറെ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ടതില്ല. എന്നാലേ നമുക്ക് ആ ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങി വരും. എക്സ്ട്രാ മസാലകൾ ചേർത്താലൊന്നും നമുക്ക് ആ ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടില്ല. അതുകൊണ്ട് ഇത് മാത്രം ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചെമ്മീൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തേങ്ങ ചേർത്തത് കൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി അതിലേക്ക് എണ്ണയിൽ കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് ലൂസിൽ ചെയ്തെടുത്താൽ മതി. ഒരു കപ്പ് വെള്ളം ഒഴിക്കേണ്ട ഇടത്തിൽ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ടെടുക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.